ഇപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ജീവിച്ചിരിക്കണമെന്നല്ലേ? ഉണ്ട് ഗൈസ്. വീഡിയോസൊന്നും ഇടാതിരുന്നത് മെൻ്റലി ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, അത് പോയി. പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ബട്ട് സാധാരണ എൻ്റെ കേസിൽ ഇതൊക്കെ കണ്ടില്ലേ, പീരീഡ്സായി വയറുവേദന എടുത്ത് നിൽക്കക്കളിയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ഞാൻ വർക്കും ചെയ്തു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. കാരണം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട്. ബട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇതായി. കാരണം കുറച്ച് നെഗറ്റീവ് എനർജി നമ്മളെ സറൗണ്ടിങ്സിൽ ഉണ്ടാകുമ്പോൾ പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ. ഞാൻ പെട്ടെന്ന് സർവൈവ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതെന്തോ ഞാൻ അവിടെ സ്റ്റക്കായി. ഞാൻ എല്ലാവരോടും വർത്താനൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഞാൻ അവിടെ ആവില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വേറൊരു ലോകത്തിലെത്തും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയി. അധികം മിണ്ടാതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കാൻ തുടങ്ങി. ഞാൻ വെച്ചാൽ എന്താ എനിക്ക് സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഡിപ്രഷനിലാണോ പോയേ? അങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ. ബട്ട് വർക്കൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. ചില വർക്കുകൾ ഞാൻ വീഡിയോസ് പോലും എടുക്കാണ്ട് കൊടുത്തു വിട്ടു. എനിക്കറിയില്ല എന്താ അപ്പം അങ്ങനെയൊക്കെയെന്ന്. ചിലവർ നല്ല അഭിപ്രായം പറയും, ചിലവർ മോശം അഭിപ്രായം പറയും. ഒരേ കാര്യത്തിന് 2 അഭിപ്രായം പറഞ്ഞ കസ്റ്റമേഴ്സൊക്കെ എനിക്കുണ്ട് ഗൈസ്. ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും കോമഡി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് പെട്ടെന്ന് ശോകമുഖമായൊരു ഭാവത്തിലേക്ക് കടന്നുപോയത്. കാരണം നമ്മളെ ചുറ്റും നല്ലതും ചീത്തതും ഉണ്ടാവും. പക്ഷേ നല്ലതിനെടുക്കുകയും ചീത്തതിനെ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണമെന്ന് എപ്പോഴും എൻ്റെ വാപ്പിനോട് പറയലുണ്ട്. ബട്ട് എന്തോ ഈ ഒരു ടൈമിൽ മാത്രം എനിക്കത് പറ്റിയില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് നഷ്ടമുള്ളൂ, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ട് ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ ഞാൻ ശ്രമിക്കും ഗൈസ്.